വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിന് ജനുവരി 2-ന് തുടക്കമാകും. 12 ദിവസം നീണ്ടു നിൽക്കുന്ന നടതുറപ്പ് മഹോത്സവം കാണാൻ സംസ്ഥാനത്തിന് അകത്തും പുറത്തും നിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക. ജനുവരി 2 മുതൽ 13 വരെയാണ് നടതുറപ്പ് മഹോത്സവം. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ വരദായിനിയായ ശ്രീ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവം ജനുവരി 2 മുതൽ 13 വരെ ആഘോഷിക്കും. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതോടെ നടതുറപ്പും ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത്. തുടർന്ന് ഭക്തർ ദർശനം നടത്തിയ ശേഷം രാത്രി നട അടക്കും. നടയ്ക്കൽ തിരുവാതിര കളിയും പൂത്തിരുവാതിര ചടങ്ങുകളും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 4 മുതൽ രാത്രി 9 വരെ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നിരിക്കും. പ്രധാന വഴിപാടുകളായ പട്ട്, പുടവ, ഇണപ്പുടവ, താലി, തൊട്ടിൽ, വാൽക്കണ്ണാടി തുടങ്ങിയവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും പുഷ്പാഞ്ജലികൾ, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും ക്യൂവിൽ തന്നെ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിനു ശേഷം പ്രധാന വഴിപാടുകളായ മഞ്ഞൾപ്പറ, എള്ളുപറ തുടങ്ങിയവ നിറക്കുന്നതിനും സൗകര്യമുണ്ടാകും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ബാർകോഡ് അടങ്ങിയ ബുക്കിംഗ് രസീത് ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ടുകളായ കൈലാസം, സൗപർണിക, തിരുവൈരാണിക്കുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ കൗണ്ടറിൽ കാണിച്ച് ദർശന പാസ് വാങ്ങി ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. കർശനമായ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന നടതുറപ്പ് ഉത്സവത്തിനെത്തുന്ന ഭക്തർ ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കണം. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിച്ച് ക്ഷേത്ര പരിസരം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് ഭക്തജനങ്ങളുടെ പരിപൂർണ സഹകരണം ആവശ്യമാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രസിഡന്റ് എ മോഹൻകുമാർ, വൈസ് പ്രസിഡന്റ് PK നന്ദകുമാർ, സെക്രട്ടറി മോഹനൻ AN, പബ്ലിസിറ്റി കൺവീനർ MS അശോകൻ, മാനേജർ MK കാലദേശൻ, മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പാർവതീദേവിയുടെ ഈ നടതുറപ്പ് മഹോത്സവത്തിന് മുന്നോടിയായിട്ട് ഏതാണ്ട് നമ്മുടെ ക്യൂ നിൽക്കുന്ന പന്തല് എല്ലാ പണികളും കഴിഞ്ഞ് ഏതാണ്ട് 50,000 ചതുരശ്രടി വിസ്തീർണമുള്ള 2 പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ വെർച്വൽ ക്യൂ നിൽക്കുന്നതിനും നമ്മൾ ജനറൽ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ഏതാണ്ട് വലിയൊരു തോതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൻ ഭക്തജന തിരക്കാണ് നമ്മൾ ഈ ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 2 ക്യൂ ഗ്രൗണ്ടിലും ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ക്യൂ നിൽക്കുന്ന ഗ്രൗണ്ടുകളിൽ കണ്ടമാനം വാളണ്ടിയേഴ്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ ക്യൂ നിൽക്കുന്ന ഗ്രൗണ്ടിൽ ലഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളാണ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാലടി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.